ഒരിക്കൽ ഒരു രാത്രിയില് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ മോഷ്ടിക്കാനായി അദ്ദേഹത്തിന്റെ വീടിന്റെ ചുമർ തുരന്നുകൊണ്ട് അകത്തു കയറി. അവിടെ വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ ഒന്നും ആ കള്ളന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറെ പ്രതീക്ഷയോടെയാണ് ആ കള്ളൻ ആ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ അതിശയകരമായ ഒരു കാര്യം കാണുകയാണ്. ആ രാത്രി മുഴുവൻ ആ വീടിന്റെ ഉടമസ്ഥനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിനിടയിൽ എപ്പോഴോ മാലിക് റളിയല്ലാഹു അൻഹു മനസ്സിലാവുകയാണ്, ഇവിടെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ ആരോ ഈ വീട്ടിലുണ്ടെന്ന്. അദ്ദേഹം അങ്ങനെ നിസ്കാരം വല്ലാതെ ദീർഘിപ്പിക്കാതെ ആ ഒരാളെ തേടി കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ ആ മോഷ്ടാവിന് സലാം പറയുകയാണ്. എന്നിട്ട് പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ. എന്നിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എത്രയോ പ്രതീക്ഷയോടെയാവും വന്നിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ വിലപിടിപ്പുള്ള ഒന്നും തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. എന്നാൽ നിങ്ങൾ ഒന്നും ഇല്ലാതെ വെറും കൈയോടെ തിരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും സങ്കടമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം വലിയൊരു നിധി, അധികം വലിയൊരു സമ്പത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാര രീതിയും ആ പെരുമാറ്റവും കണ്ടപ്പോൾ കള്ളൻ്റെ മനസ്സ് അല്ലാതെ അലിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം മാലിക് റളിയല്ലാഹു അൻഹു റൂമിന്റെ ഒരറ്റത്ത് നിന്നും വെള്ളം നിറച്ചൊരു ജഗ് എടുത്തു കൊണ്ടുവന്ന് ആ മോഷ്ടാവിന് കൊടുക്കുകയാണ്. നീ ഇവിടെ വന്നത് വെറുതെ ആകരുത്, വുദു എടുത്ത് 2 റക്അത്ത് നിസ്കാരം ചെയ്യും. ആ വാക്കുകൾ കള്ളന്റെ ഹൃദയത്തിൽ വല്ലാതെ ആഴത്തിൽ തട്ടി. അങ്ങനെ അവൻ വുദു ചെയ്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം കഴിഞ്ഞ സമയമൊക്കെ ആ കള്ളന് വല്ലാതെ ഹൃദയ സമാധാനം കിട്ടുകയാണ്. അത് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ സത്യമായ ഒരു സമാധാനമായിരുന്നു. അന്ന് രാത്രി കഴിഞ്ഞു. ആ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് ശേഷം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നിനക്ക് പോവാം. പക്ഷെ അദ്ദേഹം പോയില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കുറച്ചുകൂടി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നിസ്കരിക്കുകയാണ്. കാരണം അത്രയും സത്യമായ ഒരു സമാധാനമായിരുന്നു ആ കള്ളന് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ആ നിസ്കാരത്തിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം കൂടിയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസവും ഒക്കെ ആ കള്ളൻ തിരിച്ചു വരികയാണ്. അതായത് കൂടുതൽ ദിവസം സമയം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിസ്കാരത്തിൽ ഏർപ്പെടുകയും അവിടെ നോമ്പ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മുടെ മോഷ്ടിക്കാനായി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറുകയാണ്. ജീവിതവും ജീവിത രീതിയും ഒക്കെ മാറുകയാണ്. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുകയാണ്. അവന്റെ മനസ്സ് മെല്ലെ മെല്ലെ മാറി തുടങ്ങുകയാണ്. മോഷണത്തിനായി മാത്രം ജീവിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ അള്ളാഹുവിനോട് അടുപ്പം കണ്ടെത്തുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. ഒരു ദിവസം മാലിക് റളിയല്ലാഹു അൻഹു അവനോട് ചോദിക്കുകയാണ്, ഇനി നീ നിന്റെ പഴയ വഴിയിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? അപ്പോൾ അവൻ തല കുനിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഞാൻ കണ്ടെത്തിയത് ഞാൻ തേടിയതിൽ അധികമാണ്. അതായത് ഇവിടെ ഞാൻ കണ്ടെത്തിയത് വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെത്താൻ വേണ്ടി വന്നതാണല്ലോ, പക്ഷെ അതിലധികം വിലപിടിപ്പുള്ള ഒരു സമാധാനം, അല്ലെങ്കിൽ ചെയ്താൽ കൂലിയുള്ള പ്രവൃത്തിയാണ്. ഇനി ഞാൻ ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് പോകില്ല. അവനൊരു കള്ളനായി വന്നവനായിരുന്നു, പക്ഷെ പോയത് നല്ലൊരു മനുഷ്യനായിട്ടാണ്. ഒരു നല്ല വാക്ക്, ഒരു നല്ല സമീപനം ഒരാളുടെ ജീവിതം മുഴുവനായി മാറ്റാൻ കഴിയും. ഒരിക്കൽ മോഷ്ടിച്ച കൈകൾ ഇപ്പോൾ സഹായിക്കാൻ നീളുകയാണ് മറ്റുള്ളവരെ. ഒരിക്കൽ ഇരുണ്ട വഴിയിൽ നടന്ന കാൽപ്പാടുകൾ ഇപ്പോൾ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു.
ഒരു നല്ല മനുഷ്യന്റെ സമീപനം, ഒരു നല്ല വാക്ക്, ഒരു ചെറിയ അവസരം, ഒരു ജീവിതത്തെ പൂർണ്ണമായി മാറ്റാൻ അത് മതി. ഒരിക്കൽ മോഷ്ടിക്കാൻ വന്ന ഒരാൾ ഇന്ന് മനുഷ്യരുടെ ഹൃദയം നേടുന്ന ഒരാളായി മാറി. അവനെ മാറ്റിയത് ശിക്ഷയല്ല, ശിക്ഷയിലൂടെയല്ല അവൻ മാറിയത്, കോപമല്ല, പക്ഷെ നല്ല ഒരു മനസ്സും ഒരു സ്നേഹപൂർണമായ സമീപനവുമായിരുന്നു ആ ഒരു മോഷ്ടാവിനെ മാറ്റിയത്. മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മൾ ഒരാളെ തള്ളിക്കളയും, അവൻ കൂടുതൽ തെറ്റിലേക്ക് പോകാൻ ചിലപ്പോൾ. പക്ഷെ നാം ഒരാളെ മനസ്സിലാക്കുമ്പോൾ അവനൊരു പുതിയ ജീവിതത്തിലേക്ക് ഉയരും. ഇന്ന് നമ്മളും ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നവരെ, വഴി മാറിയവരെ. നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യായം വിധിക്കുന്നു, അകറ്റുന്നു, അവരോട് ദേഷ്യപ്പെടുന്നു. സമാധാനത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? എത്ര വലിയ തെറ്റ് ചെയ്യുന്നവനും ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം ചിന്തിക്കൂ. നമ്മുടെ ഒരു വാക്ക്, ഒരു ചെറിയ കരുണ, ഒരു അവസരം ഒരാളുടെ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആ മാറ്റത്തിന്റെ കാരണമായിക്കൂടാ? ഇതൊരു കഥ മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഒരു ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്.